ഏവരും. നമുക്ക് ലോകത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, ശാന്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളൊന്ന് ഓർക്കണം, നിങ്ങളുടെ കുടുംബത്തിൽ ശാന്തി നിങ്ങളറിയാതെ കൈവരും എന്ന് നിങ്ങളേവരും മനസ്സിലാക്കണം. നമ്മുടെ ലോകസമാധാനത്തിനും ശാന്തിക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലും ഒരുപാട് ശാന്തിയും സമാധാനവുമുള്ളൊരു അന്തരീക്ഷം കൈവരും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ലെന്നറിയണം ഏവരും. നമുക്കൊരു നഷ്ടവും ഇല്ലാത്തതായിട്ടുള്ള ഒരു വിഷയമാണ് പ്രാർത്ഥിക്കുന്നത്. അതായത് ഒരു മടിയും കൂടാതെ നമുക്കറിയും പ്രകാരം നമ്മൾ പ്രാർത്ഥനയുമായി മുന്നോട്ട് പോകണം. ഒന്നുമില്ലെങ്കിലും നമ്മുടെ കുടുംബത്തിലെങ്കിലും ഒരു ആശ്വാസം ഇപ്രകാരം കിട്ടുകയാണെങ്കിൽ നമ്മൾ ധന്യരായില്ലേ. അങ്ങനെ ഓരോ കുടുംബങ്ങളും ഇപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ